ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. തിരൂർ അന്നാരയിലെ ലീഗ് നേതാവ് പി.കെ. തങ്ങളെ പാർട്ടി സസ്പെൻഡ് ചെയ്തത് ലീഗ് സ്ഥാനാർത്ഥിയായ തന്നെ തോൽപ്പിക്കുവാൻ പി.കെ. തങ്ങളെ ശ്രമിച്ചതിനാലാണെന്ന് 37-ാം വാർഡിലെ ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന കോയക്കുട്ടി. മാത്രമല്ല, പാർട്ടി നേതാവ് എന്ന രൂപത്തിൽ താൻ 3 തവണ പി.കെ. തങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പെരുമാറിയതെന്നും കോയക്കുട്ടി ന്യൂസ് 99നോട് പറഞ്ഞു. വിഷയത്തിൽ തിരൂർ എം.എൽ.എ. കുറുക്കോളി മൊയ്തീൻ ഇടപെട്ടിട്ടും പി.കെ. തങ്ങൾ പാർട്ടിക്കൊപ്പം നിൽക്കാൻ തയ്യാറായില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്നാരയിലെ മുൻ നേതാവ് പി.കെ. തങ്ങളെ ഇപ്പോൾ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വാർഡ് കമ്മിറ്റികളൊന്നും ഞാൻ എൻ്റെ സസ്പെൻഷൻ അറിഞ്ഞിട്ടില്ല, ഇത് വേറെ എവിടുന്നോ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നെ സസ്പെൻഡ് ചെയ്തതെന്നുള്ളത്. ശരിക്കും എന്താണ് സംഭവിച്ചത്? ശരിക്ക് 37-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ യോഗം ചേർന്ന് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തകൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ആ യോഗം. ആ യോഗത്തിൽ 18ഓളം വരുന്ന ആളുകൾ പങ്കെടുത്ത് ആ യോഗത്തിൽ തീരുമാനത്തിൽ 2 അഭിപ്രായങ്ങൾ വന്ന്. ഒന്ന്, കോയക്കുട്ടി മത്സരിക്കട്ടെ എന്ന്. മറ്റൊന്ന്, പി.കെ. തങ്ങളും മത്സരിക്കാം എന്നും വന്ന്. ഈ പി.കെ. തങ്ങൾ മത്സരിക്കുക എന്ന് പറഞ്ഞത് ഒരു 3 ആളെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു അഭിപ്രായം വന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ നിലക്ക് 3 ആളുകൾ പറഞ്ഞ് പി.കെ. തങ്ങളും കോയക്കുട്ടിയും ഏബിളാണ് മത്സരിക്കാൻ പാടില്ല, അതുകൊണ്ട് 2 ആൾക്കും മത്സരിക്കാം. എന്നാൽ ഒരു ചെയർമാൻ സ്ഥാനം വരികയാണെങ്കിൽ കുറച്ചും കൂടി സീനിയോറിറ്റി എന്ന നിലക്ക് പി.കെ. തങ്ങൾ ആയിക്കൂടെ എന്നാണ് ആ അഭിപ്രായം വന്നത്. അപ്പോൾ മറ്റുള്ളവർ ഈ വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ ആവട്ടെ എന്നും പുറത്തുനിന്ന് സ്ഥാനാർത്ഥി വേണ്ട എന്നും അങ്ങനെയും അഭിപ്രായം വന്നു. ആ നിലക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസം ചെറിയ രീതിയിൽ വന്നു. ആ യോഗത്തിൽ മുനിസിപ്പൽ സെക്രട്ടറി എന്ന നിലക്ക് പി.വി. സമദ് സാഹിബും പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ യോഗം നടന്നത്. അങ്ങനെ ഈ യോഗത്തിൽ ഈ അഭിപ്രായം വന്നപ്പം പാർട്ടി എന്ന നിലക്ക് ചില ആളുകൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, ഈ തീരുമാനം പാർട്ടി മേൽക്കമ്മിറ്റി എടുക്കട്ടെ, കാരണം നമ്മളിവിടെ വെച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണ്ട, മേൽക്കമ്മിറ്റിക്ക് വിടുക എന്ന് പറഞ്ഞ് ആ യോഗം അവിടെ അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ചതിന് ശേഷം പാർട്ടി മേൽക്കമ്മിറ്റിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത് എന്നതിൽക്ക് പി.വി. സമദും സാഹിബും പറഞ്ഞ് അങ്ങനെ തന്നെ ആവട്ടെ എന്ന്. അതിനുശേഷം ഞാൻ അന്ന് തന്നെ രാത്രി പി.കെ. തങ്ങളെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന സമയത്ത് ഒരു 10 മണിയായിട്ടുണ്ടാവും. ഞാൻ ബെല്ലടിച്ച് അദ്ദേഹം വാതിൽ തുറന്ന് വാതിലിൻ്റെ ചവിട്ടുപടിയിൽ നിന്ന് എന്തേന്ന് ചോദിച്ച്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്ന തങ്ങളെ, നമുക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒട്ടും അതിന് തയ്യാറാവാതെ ഇപ്പം സംസാരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലടച്ച് ഉള്ളിലേക്ക് പോവുക ചെയ്ത്. ഞാൻ തിരിച്ചു വീട്ടിലേക്കും പോയി. അത് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുനിസിപ്പൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഒരു ഡേറ്റ് പറഞ്ഞ് കമ്മിറ്റി അംഗങ്ങളെല്ലാം അവിടെ വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴെപ്പാലം ഓഫീസിലേക്ക് പോയി. അവിടെ വെച്ച് പാർട്ടി മണ്ഡലം നേതാവായിട്ടുള്ള മയ്യേരി സാഹിബിൻ്റെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുകയും വാർഡ് കമ്മിറ്റിയിലുള്ള ആളുകളെല്ലാം അതിൽ പങ്കെടുക്കുകയും മുനിസിപ്പൽ കമ്മിറ്റിയിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ പാർട്ടിയുടെ തീരുമാനം പ്രകാരം യോഗത്തിൽ ചർച്ചകളുണ്ടായി. അതിൽ വെച്ച് പറയുണ്ടായി, പാർട്ടി സർക്കുലർ പ്രകാരം 3 പ്രാവശ്യം മത്സരിച്ച ഒരാൾക്ക് വീണ്ടും മത്സരിക്കണമെങ്കിൽ ആ വാർഡ് കമ്മിറ്റിയുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പി.കെ. തങ്ങൾക്ക് മത്സരിക്കാൻ അവസരമില്ല. മത്സരിക്കേണ്ടത് കോയക്കുട്ടിയാണ്.
പാർട്ടി തീരുമാനം, സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനം അങ്ങനെയാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതാണ്. ആ നിലയ്ക്ക് കോയക്കുട്ടിനെ എന്നെ അവിടെ വെച്ച് തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനം അംഗീകരിച്ച് പോരുകയും ചെയ്ത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഈ അവസരത്തിൽ ഞാൻ പി.കെ. തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരണം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും പോയി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനം ഉണ്ടായില്ല. ഞാൻ അങ്ങോട്ട് പ്രവർത്തിക്കാൻ വരില്ല, ആ വാർഡിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ച്. അങ്ങനെ 2 പ്രാവശ്യം പോയി. പിന്നെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകാരം തങ്ങളോട് നിങ്ങൾ സംസാരിക്കുക, ഒന്നും കൂടി ചെല്ലണം എന്ന് പറഞ്ഞ് 3ാമത് വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇത് തന്നെ, എന്നോട് കൂടുതൽ പറയണ്ട, ഞാൻ വരില്ല, ഞാൻ അവിടെ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ ഞാനിത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ച്. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണല്ലോ. അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറിയും കൂടിയാണ് 37-ാം വാർഡിൻ്റെ. പാർട്ടി അറിയിച്ചു. പാർട്ടി ഈ പ്രശ്നം തീരുമാനിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA കുറുക്കോളി സാഹിബിനെ അറിയിക്കുകയും ബഹുമാനപ്പെട്ട MLA കുറുക്കോളി പി.കെ. തങ്ങളെ വീട്ടിൽ പോവുകയും ഈ വിഷയമായി സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും അദ്ദേഹം വഴങ്ങിയില്ല. അങ്ങനെ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ വീടാന്തരം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്ന് അതിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളുണ്ടാക്കി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങളുണ്ട്. പല വീടുകളിൽ നിന്നും എന്നോട് പറയുകയുണ്ടായി, ഫോണിലൂടെയും പറഞ്ഞ് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിക്കുള്ളിലെ കാര്യപ്പെട്ട നേതാവിനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പല ആളുകൾ എന്നോട് അഭിപ്രായപ്പെട്ടു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി കമ്മിറ്റിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ ഈ നോമിനേഷനൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളെയും കൂടി അതിൽ ക്ഷണിക്കണം എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം വീട്ടിലില്ല. അദ്ദേഹം തൊട്ടടുത്തൊരു കടയിലുണ്ടെന്ന് പറഞ്ഞ് കടയിൽ ചെന്ന് വീണ്ടും ഞാൻ ക്ഷണിച്ചു. ആ ക്ഷണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ് ഞാൻ വരില്ല, എന്നോട് കൂടുതൽ സംസാരിക്കണ്ട, എനിക്ക് കൂടുതൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയച്ച്. അങ്ങനെ ഒരുപാട് വട്ടം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടും അദ്ദേഹത്തെ കണ്ടിട്ടും പാർട്ടിയുമായി സഹകരിച്ച് നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ വാർഡ് 31, ഇത് 37. പക്ഷെ ഒരു കാര്യം, ഈ 37-ാം വാർഡ് പുതിയ വാർഡായി വന്ന വാർഡാണ്. ഈ വാർഡിൻ്റെ പകുതിയോളമുള്ള ഭാഗം കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാർഡിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ബാക്കി 35ഉം 36ഉം കൂടി വന്നൊരു ചെറിയ ഭാഗം കൂടിയാണുള്ളത്. ഈ വാർഡ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ഞാനും പി.കെ. തങ്ങളും തന്നെയാണ് ഈ വാർഡ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത്. ഈ വാർഡ് കമ്മിറ്റിൻ്റെ അഡ്മിനായിട്ട് ഇന്നും പി.കെ. തങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ അഡ്മിനി പി.കെ. തങ്ങളാണ്. പിന്നെ ഈ വാർഡ് കമ്മിറ്റി രൂപീകരിക്കുന്ന യോഗം തൊട്ടിട്ട് അവിടെ ഏത് യോഗം വിളിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ആ വാർഡ് കമ്മിറ്റി യോഗം വിളിക്കലും എല്ലാ കാര്യങ്ങളും നീക്കലും. അത്രയും ആ വാർഡുമായും ആ വാർഡ് കമ്മിറ്റിയുമായും ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് അദ്ദേഹത്തിന് അത്രയും മുൻപന്തിയിൽ നിർത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു വന്നത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിലക്കും സഹകരിക്കാതെ വന്നതിൽ ഞാൻ വീണ്ടും മുനിസിപ്പൽ കമ്മിറ്റിയെ അറിയിക്കുകയും മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കന്മാരെന്ന നിലയ്ക്ക് പി.വി. സമദ് സാഹിബിൻ്റെ നേതൃത്വത്തിലും വഹാബ് സാഹിബിൻ്റെ നേതൃത്വത്തിലും പി.കെ. തങ്ങളെ വീട്ടിൽ അവർ നേരിട്ട് വീണ്ടും ചെന്ന് അവരും അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം, സഹകരിക്കുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ്, നിങ്ങൾ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കോളിയും, അദ്ദേഹം സഹകരിക്കാൻ തീരുമാനം ഇല്ല, അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞ് പാർട്ടി എന്നെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും കമ്മിറ്റികളും രൂപീകരിച്ച് മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ 2 ആഴ്ച ബാക്കി നിൽക്കുന്ന സമയത്ത് പാർട്ടിയുടെ ബന്ധപ്പെട്ട പല വീടുകളിൽ നിന്ന്, പാർട്ടി വീടുകളിൽ നിന്ന് പല ആളുകളും എന്നോട് പറഞ്ഞു, എന്താ ഒരു പ്രശ്നമുണ്ടല്ലോ പാർട്ടിക്കുള്ളിൽ,
നിങ്ങളെ തോൽപ്പിക്കണം എന്ന രീതിയിൽ കാര്യപ്പെട്ട നേതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സ്വകാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ നീക്കണം. നിങ്ങളെ തോൽപ്പിക്കാൻ അണിയറയിൽ നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പലര ഭാഗത്തുനിന്നും നേരിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഞാൻ പാർട്ടി കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ സ്ഥിതി മറ്റൊന്നുമല്ല, പരാജയത്തിലേക്ക് പോയി. ഒരിക്കലും പാർട്ടി പരാജയപ്പെടാൻ സാധ്യതയില്ലാത്തൊരു വാർഡിൽ പരാജയം സംഭവിച്ചു. അതിൻ്റെ കാരണങ്ങളും വിശദമായി പാർട്ടിയും ഞങ്ങൾ പ്രവർത്തകരും ആലോചിച്ച് കണ്ടെത്തുകയും ആ വിവരം മേൽഘടകത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവീനറായിട്ടുള്ള ഇസ്മായിൽ, ഞങ്ങൾ വോട്ട് വിളിച്ചെന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഷാജി, ഞങ്ങൾ 3 പേർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, നേതൃത്വം വരേണ്ടതായിരുന്നു, ഒക്കെ സമയം വൈകിപ്പോയി, ഇനി വന്നിട്ട് കാര്യമില്ല, എനിക്ക് മത്സരിക്കാൻ CPM സീറ്റ് മാറ്റി വെച്ച് എന്നെ കാത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങളെ മുന്നിൽ വെച്ച് പറഞ്ഞ ഒരവസ്ഥ പോലും ഉണ്ടായി. ആ വാക്കുകളും ജനങ്ങളിടയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും വെച്ച് നോക്കിയാൽ പരാജയപ്പെടുത്താൻ പാർട്ടിക്കുള്ളിലുള്ള ഈ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളത് ഒരു പകൽ വെളിച്ചമാണ്. പല ആളുകളും പേര് പറയാത്തത് ആ ആളുകൾക്ക് പ്രയാസങ്ങളുണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ പേര് പറയാത്തത്. ഇതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 37-ാം വാർഡിൽ UDFന് മുസ്ലിം ലീഗിന് പരാജയപ്പെടാനുണ്ടായ കാരണം. വളരെ വ്യക്തമാണ്. നല്ല രീതിയിൽ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ തോൽപ്പിക്കാൻ, മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ ഈ ബന്ധപ്പെട്ട നേതാവിൻ്റെ ഭാഗത്തുനിന്ന്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നും നല്ല ശ്രമമുണ്ടായതിൻ്റെ ഫലമായിട്ടാണ് പരാജയം ഉണ്ടായിട്ടുള്ളത്. ഈ പരാജയം മേൽക്കമ്മിറ്റി അറിയിക്കുകയും മേൽക്കമ്മിറ്റി അതിനുള്ള നടപടികൾ എടുത്തിട്ടുമുണ്ട്. ഇതാണ് അതിൻ്റെ കാരണങ്ങൾ.